നെക്സോൺ എന്നാലും ഞാൻ ഒഴിവാക്കി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് ഇഷ്യൂ ആയിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാൻ നമുക്ക് വയ്യ. വൻ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സെയിൽസ് ബിഹേവിയർ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അവർ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നതിൽ ടാറ്റയും മഹീന്ദ്രയും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എക്സ്ചേഞ്ചിനുണ്ട്, ഞാനൊന്ന് നോക്കുക, എൻ്റെ വണ്ടിക്കൊന്ന് വാല്യുവേഷൻ ചെയ്യാൻ പോലും പറഞ്ഞിട്ട് പോലും അവർക്ക് താല്പര്യമില്ല, വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ഫീലിലാണ് എനിക്ക് തോന്നിയത്. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വേണുവിൻ്റെ വിശേഷങ്ങൾ. ഈ വേണു എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താണ് വേണു എന്നല്ല, വെന്യൂ VENUE ആണല്ലോ. അപ്പം വേണു അപ്പം ഞാനിതിനെ വേണു എന്ന് വിളിക്കുകയുള്ളൂ, നമ്മുടെ സ്വന്തം വേണു. അപ്പോൾ നമ്മുടെ വേണുവിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയണമെങ്കിൽ കുറച്ചേലും ഓടിച്ച് നോക്കണം, അല്ലെങ്കിൽ അന്ധമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വണ്ടി ഓൾമോസ്റ്റ് ഒരു 950 കിലോമീറ്ററായി ഫസ്റ്റ് സർവീസ് ചെയ്യാറായിട്ടുണ്ട്. അതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കറിയാം. ഒരു ഇനിഷ്യലി നമുക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാം വണ്ടി എങ്ങനെയുണ്ട്, ഇതിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇവൻ്റെ വിശേഷങ്ങളാണ്, കംപ്ലീറ്റ് ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് ഞാൻ ഇതെടുത്ത് വേറെ വണ്ടി ചൂസ് ചെയ്തോ, വേറെ നോക്കിയോ, അല്ലെങ്കിൽ ഇത് ഔട്ട്ഡേറ്റഡ് ഡിസൈൻ ആണോ, കാര്യങ്ങളൊക്കെ. കാര്യം ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് വെർഷൻ ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ പറയാം. അധികം പറഞ്ഞ് ഉറപ്പിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് പറഞ്ഞു. എന്തുകൊണ്ട് വെന്യൂ എടുത്തെന്നുള്ള ചോദ്യത്തിന് ഒരു ഭയങ്കര പ്രസക്തിയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ സബ് കോമ്പാക്റ്റ് SUV വരുമ്പോൾ, സബ് 4 മീറ്റർ SUV വരുമ്പോൾ നമുക്ക് ഏതൊക്കെ വണ്ടി ചൂസ് ചെയ്യുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതിനകത്തുനിന്ന് ഒരു നല്ല വണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ വെന്യൂലോട്ട് എത്തിയെന്നുള്ളതല്ലേ. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കൺസിഡറേഷനിൽ നെക്സോൺ ഞാൻ ഡീസൽ വണ്ടി എന്നുള്ളതാണ് ആദ്യമേ കൺസിഡറേഷൻ നോക്കിയിരുന്നത്. കാര്യം ഇത്ര നാൾ ഞാൻ പെട്രോൾ വണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെട്രോൾ വണ്ടി നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യണേ വലിയ പാടാണ്. കാര്യം നല്ല ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ ആവറേജ് ഒരു 10,000 കിലോമീറ്ററിന് വേണ്ടല്ലോ, ഒരു 10 to 13 കിലോമീറ്റർ പെർ ഇയർ ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു ഡീസൽ വണ്ടി ചൂസ് ചെയ്യാം. എന്നാലും വാല്യൂ ഫോർ മണി ആവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് വൈസ്, പെർഫോമൻസ് വൈസ്, ക്വാളിറ്റി വൈസ് എല്ലാം ഈ ഡീസൽ വണ്ടിക്ക് മികവ് നൽകും. പിന്നെ നമ്മുടെ ഈ 15 കൊല്ലം റൂൾസൊക്കെ വന്നുകൊണ്ടിരുന്ന കാലത്ത് ഡീസൽ വണ്ടിക്ക് ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൾക്കാർക്കിടയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി ഈ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വണ്ടി ഓടിച്ച് തീർക്കണമെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡീസൽ വണ്ടി എടുക്കണം. ഹൈബ്രിഡ് വണ്ടികൾ എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് EVയിലോട്ട് എന്നാണെങ്കിലും ഞാൻ നോക്കാറില്ല. കാര്യം വെച്ചാൽ EV എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും അപ്ഡേറ്റ് ആയിട്ടില്ല, നമ്മുടെ റേഞ്ച് കിലോമീറ്റർ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു വിഭാഗക്കാരനാണ്. ടൈം ഈസ് ഇമ്പോർട്ടൻ്റ് ഓൾവേസ്. സമയത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഒരാൾക്ക് EV എന്ന് പറയുന്നൊരു നെഗറ്റീവായിട്ടേ കാണുള്ളൂ. സോ എന്നെ സംബന്ധിച്ചുള്ള EV ഒരു ആപ്റ്റായിട്ടുള്ള കണ്ടീഷനല്ല. സോ EV ആൻഡ് ഹൈബ്രിഡ് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ മൈലേജ് കിട്ടുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഡീസൽ വണ്ടിയുള്ളൂ, ഡീസൽ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ചോയ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് 4 മീറ്ററിൽ വരുമ്പോഴത്തേനുമാണെങ്കിൽ നെക്സോൺ ഉണ്ട്, പിന്നെ 3X പുതിയ ലോഞ്ച് ചെയ്ത 3X ഉണ്ട്, പിന്നെ നമ്മുടെ കിയ സോണറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ഡീസൽ വേരിയൻറ്റിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിലെ സാഹചര്യത്തിലുള്ളൂ. ബാക്കി എല്ലാവരും മാരുതിയൊക്കെ ഡീസൽ ക്വിറ്റ് ചെയ്തായിരുന്നു. അപ്പം പിന്നെ എൻ്റെ മേജർ കൺസേൺ നെക്സോൺ എന്നാലും ഞാൻ ഒഴിവാക്കി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് ഇഷ്യൂ ആയിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാൻ നമുക്ക് വയ്യ. അതിൻ്റെ വീണ്ടും ആഫ്റ്റർ സെയിൽസ് എന്ന് പറയുന്നൊരു സാധനം വളരെ ശോകമാണ്. ചിലർക്ക് മാത്രം കണ്ടുവരുന്ന പ്രതിഭാസങ്ങളായിരിക്കും വാട്ടവർ. പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ രണ്ടാമത്തെ കാര്യം, നെക്സോൺ ഒഴിവാക്കാൻ ബഡ്ജറ്റ് ഒരു ഫാക്റ്റാണ്. ഇനി വേണമെങ്കിൽ ഒരു മിഡിൽ വേരിയൻറ്റ് വണ്ടി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ നമ്മൾ സേഫ്റ്റി എന്നുള്ള മാറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ നെക്സോൺ ഒത്തിരി കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട്, എൻ്റെ കൈകർ എന്ന് പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ വരുന്ന ഒരു വണ്ടിയും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്, ലെഫ്റ്റ് റൈറ്റ്. അപ്പം വീണ്ടും ഒരു ബ്ലൈൻഡ് സ്പോട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നെക്സോൺ എന്നാണെങ്കിൽ എനിക്ക് നെക്സോണിനെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായമാണ്. ടാറ്റയുടെ സർവീസിനെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാനത് ക്വിറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡറി ആയിട്ടുണ്ടായിരുന്നത് മഹീന്ദ്ര 3X ആണ്. അപ്പോൾ മഹീന്ദ്ര 3X എടുക്കുമ്പോഴത്തേനും അതിനും കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു. മഹീന്ദ്രയുടെ സർവീസിനകത്തും കുറച്ചൊക്കെ പണ്ട് ഹൊറിസോൺ മഹീന്ദ്ര ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ മഹീന്ദ്രയുടെ സർവീസ് വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ തീർച്ചയായിട്ടും ഇപ്പം വളരെയധികം അപ്ഡേറ്റ് ആയിട്ടുണ്ട് അവരുടെ സർവീസ്. കാര്യം ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നതിൽ ടാറ്റയും മഹീന്ദ്രയും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ടാറ്റ വണ്ടി ഇറക്കിയാൽ നാളെ മഹീന്ദ്ര മറ്റൊരു വണ്ടി ഇറക്കിയിരിക്കും. അപ്പോൾ മഹീന്ദ്ര 3X എന്ന് പറഞ്ഞൊരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ചോയ്സസ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ 3Xയുടെ ഡിസൈൻ എനിക്ക് അത്ര ആപ്റ്റല്ലായിരുന്നു. പിന്നെ മേജർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു കാര്യമുണ്ട്,
3XO എടുക്കാൻ ചെന്നപ്പോൾ മഹീന്ദ്രയുടെ പുച്ഛം കാണേണ്ടി വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം പുതിയ താറോക്സ് ഇറങ്ങിയേക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല സെയിൽസ് ഉണ്ട്. അവർ വണ്ടി എക്സ്ചേഞ്ചിനുണ്ട്, ഞാനൊന്ന് നോക്കുക, എൻ്റെ വണ്ടിക്കൊന്ന് വാല്യുവേഷൻ ചെയ്യാൻ പോലും പറഞ്ഞിട്ട് പോലും അവർക്ക് താല്പര്യമില്ല, വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ഫീലിലാണ് എനിക്ക് തോന്നിയത്. ഒന്നുകിൽ തിരക്കൊണ്ടായിരിക്കാം, പുതിയ വണ്ടിയുടെ ലോഞ്ചിങ് ടൈമൊക്കെ ആയിരുന്നു, റോക്സിൻ്റെ ഒക്കെ ലോഞ്ചിങ് ടൈമൊക്കെയാണ്. അപ്പോൾ എൻക്വയറി മറ്റേ സൈറ്റ് തുറക്കാൻ പറ്റാത്തത്ര എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ അവരെന്നാളും ആ ഒരു പട്ടിപ്പുച്ഛം കാണിച്ചപ്പോൾ ഞാനും പിന്നെ എനിക്ക് 3XOടെ എടുത്ത് പറയേണ്ട കാര്യം, അതിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് അത്ര ആപ്റ്റായിട്ട് തോന്നിയില്ല. അതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ, പിന്നെ ഈ കണ്ട് ശീലമാകും എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ക്രെറ്റ ഇറങ്ങിയപ്പോൾ, അതായത് ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ള ക്രെറ്റ ആൾക്കാർക്ക് അത്ര അക്സെപ്റ്റബിൾ അല്ല. അതിന് മുമ്പത്തെ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. ഈ സ്വിഫ്റ്റ് പോലെ തന്നെ, അതായത് ഇപ്പോൾ ഇറങ്ങിയ ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ മുമ്പത്തെ ജനറേഷൻ സ്വിഫ്റ്റ് സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റിനോടായിരുന്നു ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ. പിന്നെ അത് കണ്ട് ആൾക്കാർക്ക് മൈൻഡിലോട്ട് സെറ്റാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ 3XO സെറ്റാകുമായിരിക്കും. ആദ്യം ഈ പറഞ്ഞ പോലെ 300യുടെ ആ DRലൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, 700യുടെ DRൽ, കാര്യം വലിയ DRൽ. പക്ഷേ ഇതിപ്പോൾ ഇപ്പം കോമൺ ആയി, കണ്ട് ശീലമായി എന്ന് പറഞ്ഞ പോലെ 3XOയുടെ ഡിസൈനും ഓക്കെ ആവും. കാര്യം അവർ ഒരു DVയുടെ ഒരു ഡിസൈനിലാണ്, അവരുടെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും എല്ലാം ഒരു കോമ്പാക്റ്റിലാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ 3XOയ്ക്ക് ഇച്ചിരി വലിപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലുള്ളത് നമുക്ക് സോണറ്റ് അല്ലെങ്കിൽ കിയ, ഹ്യുണ്ടായി വെന്യൂ, ഈ രണ്ടാണ്. അപ്പം നമ്മുടെ ഇതിനകത്ത് രണ്ടെണ്ണം വന്നേക്കെന്ന് പറഞ്ഞാൽ അവസാന ലിസ്റ്റ് വന്നത് ഹ്യുണ്ടായി വെന്യൂം കിയ സോണറ്റുമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ കിയ സോണറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠനം നടത്തില്ല, ഏത് വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഫൈനൽ ലിസ്റ്റിലോട്ട് ഇവർ രണ്ടും മാത്രം വന്നു, ബാക്കി എല്ലാത്തിനെയും ഞാൻ ക്വിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്തിലാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. കാര്യം എൻ്റെ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇത് ഓൺ റോഡ് ഇറങ്ങിയത് ഓൾമോസ്റ്റ് 12.70 ലാക്ക്, അതായത് 12.7 ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് ഇറങ്ങിയിരിക്കുന്നത്. ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞുകൊണ്ട് എനിക്ക് 12.6 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഓൺ റോഡ് ഇറങ്ങി. ഇതേ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ കിയയുടെ HTK എന്നുള്ള ഡീസൽ വേരിയൻറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് വെന്യൂ ആണ്. കാര്യം ഡിസൈൻ വൈസ്, ലുക്ക് വൈസ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട്. ഇതിന് മുമ്പത്തെ കിയ സോണറ്റ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിരുന്നു കേട്ടോ. കാര്യം വെച്ചാൽ അതിൻ്റെ ആ ബൾക്കിനെസ്, അതിൻ്റെ ടെയിൽ ലൈറ്റ്, ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഫ്രണ്ട് ലുക്ക് അടിപൊളിയാണ്. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ കൈകറിനെ ഓർമ്മ വരുന്നതുകൊണ്ട് കിയ സോണറ്റിൽ നിന്ന് ഞാൻ പതുക്കെ ക്വിറ്റാകാൻ തുടങ്ങി. പിന്നെ പുതിയ ജനറേഷൻ കിയ വന്നപ്പോഴാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈലേജിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ജനറേഷന് 20+ മൈലേജ് കാണിച്ചുകൊണ്ടിരുന്നപ്പം ഈ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണെങ്കിൽ മൈലേജിൽ ചെറിയ വിഷയങ്ങൾ, അത് ഓട്ടോമാറ്റിക്കൽ മൈന്യൂട്ടായിട്ട് കൊണ്ടുവരുന്ന കുറേ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് നമ്മുടെ മുഖ്യം പറയുന്നത് തന്നെ. ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം, പക്ഷേ എന്നാലും മൈലേജ് കുറഞ്ഞൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വെന്യൂവിലാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എബോവ് 20+ മൈലേജ് എന്നുള്ളത് ഡാം ഷുവറായിട്ടുള്ള കാര്യമാണ്. കാര്യം ഞാൻ അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയപ്പോൾ 20 കുറഞ്ഞ് മൈലേജ് കിട്ടുന്ന ആൾക്കാരില്ല. 30 വരെ കിട്ടുന്നുണ്ടെന്നുള്ള കിംവദന്തി ഷോറൂമിൽ നിന്ന് അടിച്ചിറക്കുന്നതാണെങ്കിൽ പോലും 30 വരെ കിട്ടുന്നുണ്ട് എന്നുള്ള കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഞാനും വിശ്വസിക്കുന്നു. എന്നിരുന്നാലും 20 കിട്ടുമെന്നുള്ള ഡാം ഷുവർ നമുക്ക് വെന്യൂനുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, വെന്യൂ എന്ന് പറഞ്ഞൊരു ഡിസൈന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാര്യം ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഉടൻ തന്നെ വരും. അപ്പോൾ ഈ വണ്ടിക്ക് മാർക്കറ്റ് കുറേ എന്നുള്ള പേടിയൊക്കെ കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയപ്പോൾ ഡീസൽ വണ്ടി ഇനി, അതായത് കിയ സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പം അവിടെ മൈലേജിലും കാര്യങ്ങളൊക്കെ റിഫൈൻമെൻറ്റിലും ഒക്കെ ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതേ ഡിഫറൻസ് തന്നെ നമ്മുടെ വെന്യൂലും പ്രതീക്ഷിക്കാം. അത് പിന്നെ ഡിസൈൻ ഒക്കെ അപ്ഡേറ്റ് ആയെങ്കിൽ പോലും വണ്ടി കുറച്ചുകൂടെ ബെറ്റർ ഈ ഡിസൈൻ ആയിരിക്കും. അല്ലെങ്കിൽ പ്രൈസ് വൈസും എന്നാണെങ്കിലും പുതിയ ഡിസൈൻ വരുമ്പം പ്രൈസ് വൈസ് കൂടുതൽ വരും, ഫീച്ചേഴ്സും കൂടുതൽ വരും. പക്ഷേ പ്രൈസ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്നൊരു ചോയ്സ് ആയിരുന്നു എനിക്ക് വെന്യൂ S+ എന്ന് പറഞ്ഞ ഈ വേരിയൻറ്റ്, അതായത് 12.6 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങി. പിന്നെ ഈ S+ എന്നുള്ള ഡിസൈൻ വേരിയൻറ്റ് എടുക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഡീസലിൻ്റെ ബേസ് വേരിയൻറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം S+. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SX ആണ് വരുന്നത്. അപ്പോൾ SX എന്ന് വരുമ്പോഴാണെങ്കിൽ ഓൾമോസ്റ്റ് ടോപ്പ് വേരിയൻ്റ് ആണ്. പിന്നെ SX+ എന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്, ഓട്ടോമാറ്റിക് ഇല്ല. ഓട്ടോമാറ്റിക് വരുന്നത് നമ്മുടെ ക്രെട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ, ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. അപ്പം ക്രെട്ടയും ഇതും സെയിം എഞ്ചിനാണ്, ഒരു ഡിഫറൻസും ഇല്ല, സെയിം പവർ, സെയിം കോൺഫിഗറേഷൻ, ഒരേ എഞ്ചിൻ, ട്യൂണിങ് മാത്രം ഡിഫറൻസ് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ആണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ബേസ് വേരിയൻ്റായ S+ തന്നെ ഞാൻ ചൂസ് ചെയ്തു. അതിനകത്ത് ഓൾമോസ്റ്റ് 4 പവർ വിൻഡോ, മിറർ ഫോൾഡിംഗ് ഇല്ല, മിറർ ഇന്ത്യനിൽ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുണ്ട്. ഹെഡ്ലൈറ്റ് ഇതല്ല, നമ്മുടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ഒന്നുമല്ല. പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട റിയർ AC, വെൻറ്റ്, ആംറസ്റ്റ് ഒന്നും വേണ്ട എല്ലാ ഒരുമാതിരിപ്പെട്ട നമുക്ക് വേണ്ട ഒരു കോമൺ മാന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഓട്ടോ വൈപ്പർ, ഓട്ടോ മിറർ, ഓട്ടോ വൈപ്പറില്ല, ബാക്ക് മിറർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, SX വരുമ്പോഴത്തേനുമാണെങ്കിൽ ഓൾമോസ്റ്റ് 14.75 ലക്ഷം, അതായത് 15 ലക്ഷം രൂപ നിയർലി ആവുന്നുണ്ട്. ഈ 15 ലക്ഷം രൂപയിലോട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ വേണു അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കുണ്ട് അവിടെ. കാര്യം എന്തുകൊണ്ട് വെന്യൂലോട്ട് ഞാൻ അത്രയും പ്രൈസ് കൊടുത്ത് പോകുന്നതെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും വരും. സോ അതിന് മണ്ടയോട്ടൊരു അപ്ഡേഷൻ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ അല്ലെങ്കിൽ കിയ സോണറ്റ് തന്നെയായിരിക്കും HTX, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്. ഈ പറഞ്ഞ പോലെ HTX വേരിയൻറ്റ് ഓട്ടോമാറ്റിക് 15.something ലക്ഷം രൂപയ്ക്ക് സോണറ്റിൻ്റെ ലഭിക്കും. പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ
സീറ്റൊക്കെ ആണെങ്കിൽ ഓട്ടോ അഡ്ജസ്റ്റബിൾ പവർ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റൊക്കെ നമ്മൾ ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യമുണ്ട്, 360 ക്യാമറ ഇല്ല, വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. ഇതൊക്കെ ഒരു അഭാവമാണ് ഈ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ. അതായത് ഏറ്റവും ഈ സെഗ്മെൻറ്റിൽ ഈ വേരിയൻറ്റിൽ നിന്ന് നെക്സ്റ്റ് അപ്ഡേഷൻ ഇപ്പോഴും നമുക്ക് സോണറ്റാണ് ലാഭം. സോണറ്റോടെ കമ്പാരിസൺ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സാണ്. കാര്യങ്ങളെല്ലാം ഒരേ മാറ്റമാണ്, ഒരേ പ്ലാറ്റ്ഫോമാണ്, ഹിൻഡയുടെ തന്നെ പ്ലാറ്റ്ഫോമാണ്, സബ് പ്ലാറ്റ്ഫോമാണ് കിയ. അപ്പം ഇതിനകത്ത് മച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്തത്. ഇനി നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ ഹിൻഡയുടെ വണ്ടികൾ എനിക്ക് എപ്പോഴും ഒരു ഫാൻറ്റസി പോലെ തോന്നാറുണ്ട്. കാര്യം അവർ ഇൻറ്റീരിയറിൽ ഒരിക്കലും വണ്ടിക്ക് കോംപ്രമൈസ് ചെയ്യാറില്ല. ആ ഒരു ലക്ഷറി ലുക്ക്, ആ ഒരു റിച്ച്നെസ് എപ്പോഴും അവർ ഇൻറ്റീരിയറിൽ കീപ്പ് ചെയ്യും. അതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം. ഒരു പ്രീമിയംനെസ്, നമ്മൾ ഏത് അവരുടെ ബഡ്ജറ്റ് വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ലുക്ക് നമുക്ക് കിട്ടും. മറ്റേ ചീപ്പാണ് പക്ഷേ റിച്ച് ലുക്കും കിട്ടണമെന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ വണ്ടിയുടെ ആ സ്മൂത്ത്നെസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി എടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഷോറൂമിൽ ഇപ്പോൾ ഈ വണ്ടി ഒന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡ്ലി ഫാനായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം വേണമെങ്കിൽ മറ്റേ പൊട്ടനാണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ആ ഒരു ഫീൽ ഗുഡ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൈഗറാണ്, 3 ലിറ്റർ ടർബോ എഞ്ചിനാണ്, വാട്ട് എവർ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നു. ടർബോ ആകുമ്പോഴത്തേനും സൗണ്ട് വരും. പിന്നെ ഒരു ബഡ്ജറ്റ് SUV ആണ്. അവർ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ന്യായമായിട്ട് അവർ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ഇൻസുലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കാം. ആ സാഹചര്യം ആണെങ്കിൽ പോലും നമ്മൾ ആ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കാലേ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ആ ടർബോ ഓപ്പൺ ആകുമ്പോഴൊക്കെ നല്ല സൗണ്ട് അകത്തേക്ക് കിടക്കും. ഇതൊരു ഡീസൽ വണ്ടിയാണ്, ഒരു ടർബോ വണ്ടിയാണ്, 1.5 ലിറ്റർ എഞ്ചിനാണ്, 115 bhp, 250 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാസീവ് എഞ്ചിനകത്തുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ സൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൈഗറിനേക്കാളും ഭയങ്കര സൗണ്ട് കുറവാണ്, സൗണ്ട് പ്രൂഫാണ്. ഈവൻ ഓൺ അടിച്ചാൽ പോലും നമുക്ക് അധികം സൗണ്ട് ഇൻസൈഡിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഏതൊരു വണ്ടിയുടെ കീ ഫീച്ചറായിട്ട് നമ്മൾ കാണുമ്പോഴും ഇതൊരു പ്രീമിയംനെസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് SUV അല്ലെങ്കിൽ ഒരു ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഒരു അപ്ഡേഷൻ അതിനകത്ത് നോക്കുമ്പോഴത്തേനാണെങ്കിൽ നമ്മളിതൊക്കെ ഇനി ഒരു കീ പോയിൻ്റായിട്ട് കണക്കാക്കുന്ന ഒരു ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്കിനെ വിശേഷിപ്പിക്കാം. ആ വണ്ടിയുടെ സൗണ്ട്, പ്രീമിയം ക്വാളിറ്റി, ഇൻറ്റീരിയർ ക്വാളിറ്റി, ഈവൻ ഈ മാസീവ് എഞ്ചിൻ ഞാൻ ഇതിനെ വിശേഷിപ്പിച്ചു. നമുക്കൊരു തരുന്ന പവർ ഡെലിവറി ഉണ്ട്. ഒരു 5th ഗിയറിൽ നമുക്കൊരു ആവറേജ് ഒരു 70 to 80 കിലോമീറ്റർ റൺ ചെയ്താൽ മാത്രമേ നോർമലി ഈ വണ്ടി പോകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 4th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ആ ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളും 6 ഗിയർ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിനെ വളരെയധികം പാടുപെട്ടു. ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ റേഞ്ച് കൊണ്ടു നടക്കാനായിട്ട്. കാര്യം നമ്മൾ അതേപോലെ നോക്കി ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചാൽ, ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിച്ചാൽ മാത്രമേ നമുക്കിതിനെ ഒരു സ്പീഡിലോട്ട് പോലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റീസാണ്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഹ്യുണ്ടായി ഇതിനു വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പ്രീമിയംനെസ്, റിച്ച്നെസ്, അവരുടെ ആ കംഫോർട്ട് ലൈന് കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് വളരെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ബ്രാൻഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ടാറ്റ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ക്രയോജനിക് ടെക്നോളജിയാണ് അവർ ശരിക്കും, അതായത് റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ബഹിരാകാശത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ആ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് കാണും, നമുക്ക് എയറിലാവും. എനിവേ കാരണം വെച്ചാൽ അവരിപ്പോഴും ആ പഴയ ടെക്നോളജിയിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ടില്ല. അവരുടെ പെട്രോൾ എഞ്ചിൻ പോലും ഇപ്പോഴും റിഫൈൻഡ് അല്ല. അകത്തോട്ട് നല്ല സൗണ്ട് വെക്കുന്ന പ്രതിഭാസമാണ് ഇൻസുലേഷൻ. അതായത് സേഫ്റ്റി എന്നുള്ളൊരു മാനദണ്ഡത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർ കോംപ്രമൈസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ട് ആണെങ്കിൽ എനിക്ക് ഈ വണ്ടി എടുത്താൽ പിന്നെ ഒട്ടും തോന്നാത്ത ഒരു പ്രതിഭാസമുണ്ട് ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്. എനിക്ക് ഇതേവരെയായിട്ടും ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം നോക്കിയാൽ എവിടെ നോക്കിയാലും ഏത് സൈഡിൽ കൂടെയും വിസിബിലിറ്റിയാണ്. ഈവൻ എൻ്റെ കൈകളാണെങ്കിൽ പോലും, നെക്സോൺ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇടതിൽ നിന്ന് വരുന്ന വണ്ടി, വലതിൽ നിന്ന് വരുന്ന വണ്ടി ഒന്നും നമുക്ക് ഏതാണെന്ന് പോലും അനലൈസ് ചെയ്യാൻ ഒരു സാഹചര്യം പറ്റില്ല. എനിക്ക് പല സമയത്തും ഒരു ആക്സിഡൻറ്റിനോട് അടുക്കുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഗ്രേറ്റ് അപ്ഡേഷനാണ്. കാര്യം ഇതിന് തരുന്നൊരു ഫീൽ ഗുഡ്, ഹൈറ്റ് അഡ്ജസ്റ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ തരുന്നൊരു ഫീൽ ഗുഡ് വളരെ ഇമ്പാക്റ്റാണ്. ഈവൻ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ പോലും ഇവൻ തരുന്ന ഒരു മൈലേജ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസീവ് ഔട്ട്പുട്ടാണ്. ഓൾമോസ്റ്റ് നിയർലി 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ ഫസ്റ്റ് സർവീസ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു കൺസിഡറബിൾ ഫാക്ടർ തന്നെയാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡീസൽ വണ്ടി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് മൈലേജ് എന്ന് പറയുന്നൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ഓട്ടോ ഉള്ള എല്ലാവരെ സംബന്ധിച്ചോളം ഒരു ഡീസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കോസ്റ്റ് സേവിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഓട്ടോ ഉള്ള ആളാണെങ്കിൽ ഞാൻ എൻ്റെ കൈഗറുമായിട്ട് കമ്പയർ ചെയ്യണം. എനിക്കൊരു ആവറേജ് 12 to 15 ആണ്. ലോങ് റേഞ്ചിൽ ഒരു 15 കിട്ടുന്നുണ്ട്. അതൊരു കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം നമുക്കൊരു ടർബോ വണ്ടി ഒരു SUVസിലോട്ട് വരുമ്പോൾ 12 to 15 മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 12 വെച്ചൊരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ 1000 രൂപയ്ക്ക് നമ്മുടെ കൈഗർ പെട്രോൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 100
120 കിലോമീറ്റർ നമുക്ക് തന്നെ കണക്കാക്കാം. 9 സംതിങ് ലിറ്ററേ കയറുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ ഇപ്പം വെന്യൂ ആണെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് തന്നെ 10 ലിറ്റർ ഡീസൽ കയറും. അതായത് 10 സംതിങ് കയറും. നമുക്ക് ഈ കുറഞ്ഞത് 200 ലിറ്റർ പെർ 1000 രൂപീസിൽ നമുക്ക് 80 കിലോമീറ്ററോളം ഡിഫറൻസ് മിനിമം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ആ ഗ്യാരണ്ടി 800 രൂപയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മിനിമം ഒരു 700 രൂപയുടെ പെട്രോളാണ്. 700 രൂപ ലാഭിക്കുക. അതായത് പെട്രോൾ വണ്ടിയായിട്ട് അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഡീസൽ വണ്ടിയിൽ ഇനിഷ്യലി ലാഭം എന്ന് പറഞ്ഞാൽ 700 രൂപയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡീസൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. EV ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പല മാക്സുകളും നിങ്ങൾക്ക് കാണാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കുകൾ മാത്രമാണ്. എനിവേ എനിക്ക് EV കംഫോർട്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ EVയിലോട്ട് മാറാത്തത്. ഒന്നാമത് കറണ്ട് ബില്ല് കൂടുതലാണ്. അതിൻ്റെ കൂടുതൽ വേറെ ഒന്നും കൊണ്ടല്ല, അതിനൊരു ലൈഫ് സ്പാൻ ആയി വരുന്നേ ഉള്ളൂ EVയെ സംബന്ധിച്ചോളം. എനിവേ അത് നമ്മുടെ ടോപ്പിക്കിൽ ഔട്ട് ഓഫ് ടോപ്പിക്. കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് സസ്പെൻഷൻ വളരെ റിഫൈൻഡ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ഇതിനു മുമ്പത്തെ വണ്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല അടിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ പുറകെ ഇരിക്കുന്നവർക്കുള്ള ചാട്ടം ഫീൽ ചെയ്യും. ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നമുക്ക് കിട്ടുന്നത്. കാര്യം എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് എസ്പെഷ്യലി പെട്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത്ര നാളും ഗ്ലാസ് തുറക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം പുറകെ ഇരിക്കുന്നവർക്ക് ഛർദ്ദി ഏത് വണ്ടിയിലും കാണും, അല്ലെങ്കിൽ ഏത് ഫാമിലിയിലെ ഒരു വണ്ടിയിലും കാണും. പുറയിലെ ഗ്ലാസ് താത്തിട്ട് പോകുന്ന ഒരു വിദ്വാൻ അല്ലെങ്കിൽ ഒരു വിദ്വാനി രണ്ടുപേരെല്ലാവരും കാണും. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ സിസ്റ്ററും എൻ്റെ മദറും വണ്ടിയിൽ ആരും കയറുമ്പോൾ തന്നെ ഗ്ലാസ് താത്തിരുന്നൊരു പ്രയാസമുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വണ്ടി ഇന്റീരിയർ വൃത്തികേടാകും, അല്ലെങ്കിൽ എനിക്ക് AC ഇടാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ വീട്ടിലും കാണും. ഞാനത് വെളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കാണാം, ഏത് കോസ്റ്റ്ലി വണ്ടിയാണെങ്കിലും ബെൻസ് പോയാലും അതിൻ്റെ പുറയിലെ ഗ്ലാസ് മാത്രം താന്ന് കിടക്കുന്നത്. ആ പ്രതിഭാസം എൻ്റെ വണ്ടിയിലോട്ടും ഉണ്ട്. ആ സാഹചര്യം ഇതിലോട്ട് വന്നപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാര്യം യാത്രാസുഖം കുറച്ചുകൂടെ ഒരു കൺജങ്ഷനൊക്കെ മാറി ഒരു യാത്ര കംഫോർട്ടായപ്പം ചാരി കിടന്നുറങ്ങാനുള്ള അതിൻ്റെ സീറ്റിങ്ങിൻ്റെ ആ പ്രത്യേകത കുറച്ചുകൂടെ ബാക്കോട്ട് സ്ലോപ്പി അല്ലെങ്കിൽ ഒരു ചെരിവുള്ള ഒരു ഫീൽ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു യാത്രാസുഖം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര കംഫോർട്ടാണ്, എൻ്റെ വീട്ടുകാർ ഭയങ്കര കംഫോർട്ടാണ് ഇതിനകത്ത് യാത്ര. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് കുറച്ചൊക്കെ താഴാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ സിസ്റ്ററിൻ്റെ കാര്യം മാത്രം ഇപ്പോഴും കോംപ്രമൈസ് ഇല്ല. ആൾക്ക് AC ഭയങ്കര സഫോക്കേഷനാണ്. എനിവേ, അപ്പോൾ യാത്രാസുഖം പ്ലസ് മൈലേജ് പ്ലസ് ഒരു കോൺഫിഡൻസ്, പവർ കോൺഫിഡൻസ്, ഡെലിവറി, ഇതെല്ലാം നമുക്ക് വെന്യൂവിൽ നിന്ന് സ്വന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് വൈസ് ഈ വണ്ടി ഒരു ഗുഡ് ചോയ്സസ് ആണ്. പിന്നെ ഈവൻ ഡിസൈൻ ആൻഡ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ സോണറ്റിൻ്റെ ഈ വേരിയൻറ്റിനേക്കാൾ എനിക്ക് സോണറ്റിൻ്റെ ഡിസൈൻ വൈസ് കുറച്ച് ബാക്കിയുള്ളതായതുകൊണ്ടാണ് സോണറ്റ് ഈസ് ബെസ്റ്റ് ഓപ്ഷനാണ്. അതിൻ്റെ ലേറ്റർലി ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മൈലേജ് കുറയാൻ ഒരു ഫാക്റ്റ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇതിനേക്കാളും കൂടുതൽ മൈലേജ് എപ്പോഴും വെന്യൂവിന് കിട്ടുന്നു എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ടാണ് ഞാൻ വെന്യൂലോട്ട് വന്നത്. മൈലേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കീ ഫാക്ടർ തന്നെയാണ് ഒരു കോമൺ പീപ്പിളിനെ സംബന്ധിച്ചുള്ള. കാര്യം മൈലേജ് ഇല്ലാതെ ഒരു വണ്ടി അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ്, ഫീൽ ഗുഡാണ്. നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. എസ്പെഷ്യലി ഷോറൂമിൻ്റെ എടുത്ത് പറയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വാചാലാവുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദുരന്തം ഒരു സർവീസ് അല്ല സെയിൽസിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തന്നിരിക്കുന്നത് വേറെ ഇതേവരായിട്ട് എൻ്റെ ലൈഫിൽ ഇതേവരായിട്ടും കിട്ടിയിട്ടില്ല. അത് PPS ഉണ്ടായി, ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തേക്കുന്ന PPS ഉണ്ടായി തന്നെയാണ്, കളമശ്ശേരി തന്നെയാണ്. വൺ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സെയിൽസ് ബിഹേവിയർ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അവർ നമ്മളെ സോപ്പിടാനാണെങ്കിലും പോലും ചെയ്യേണ്ട കുറേ ഫാക്റ്റുകളുണ്ടായിരുന്നു. അതൊന്നും അവർ ഭയങ്കര നമുക്ക് ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ഫീൽ ഗുഡ് കിട്ടിയ ഒരു സർവീസ് അവരാണ്. എനിക്ക് ഭയങ്കര നെഗറ്റീവാണ്, ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ അവർ എന്നോട് വിളിച്ച് പറഞ്ഞു, സാർ കോൾ സെൻറ്ററിൽ നിന്ന് കോൾ വരുമായിരിക്കും, ഒരു 10/10 ഒക്കെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. എന്നെ ഇതേവരായിട്ടും പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്നെ ഇതേവരായിട്ടും വിളിച്ചിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും 0 കൊടുക്കുള്ളൂ എന്നവർക്ക് ഡാം ഷുവറായിട്ട് അറിയാം. അതുകൊണ്ട് ഇതേവരെയായിട്ടും ആ ഒരു ഫീഡ്ബാക്ക് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പം PPS ഉണ്ടായി വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ വണ്ടിയെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടേതായിട്ടുള്ള അതെപ്പോഴും എൻ്റെ വണ്ടിയിൽ ഒരു യൂണിക്നെസ്, എൻ്റേതായിട്ടുള്ളൊരു യൂണിക്നെസ്, എൻ്റേതായിട്ടുള്ള ലൈഫ് ആ വണ്ടിയിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വർക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു എന്നില്ല. വേറൊന്നും അധികം ഒന്നും അപ്ഡേഷൻ ചെയ്തിട്ടില്ല. ഇന്ന് നമുക്ക് സീറ്റ് കവറൊക്കെ ചെയ്യാനുണ്ട്. ഈവൻ സീറ്റിൻ്റെ കവർ പോലും നമ്മൾ പൊളിച്ചിട്ടില്ല, അതേപടി നിൽക്കുകയാണ്. അപ്പം അത്തരം വർക്കുകളൊക്കെ നമുക്ക് മുൻപോട്ട് ഒരു വീഡിയോ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇത്തരം വെർപ്പിക്കൽസ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. എന്നാണെങ്കിലും നമ്മുടെ വണ്ടിയുടെ ഒരു വിശേഷങ്ങൾ ഈ പറഞ്ഞ വിധത്തിലാണ്. ഇതിൻ്റെ ഒരു അപ്ഡേഷൻസ് നമുക്ക് മുന്നോട്ട് ഞാൻ ഉണ്ടാവും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ ദിസ് ഈസ് ജിഷ്ണു ആർ മലയാളം.